നമുക്ക് അപ്പം, പാലപ്പം, ബ്രെഡ്, ചപ്പാത്തി, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി വരുമ്പം 1 കഷ്ണം പട്ട, 4 ഏലയ്ക്ക, 4 ഗ്രാമ്പൂ ഇത്ര ഇട്ട് കൊടുക്കാം. ഇത്രയൊന്ന് ചെറുതായി ചൂടായി വന്നാലുടൻ 3 സവോള കനം കുറഞ്ഞരിഞ്ഞത് കൂടെ ചേർക്കാം. പിന്നെ ഇതിൽ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. 3 പച്ചമുളകും, നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് കൂടെ കൂടുതൽ എടുക്കാം. പിന്നെ 8 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ കനം കുറച്ചരിഞ്ഞെടുക്കാം. പച്ചമുളക് നടുകെ കീറിയിടാം. ഇനി ഉള്ളിയുടെ കൂടെ തന്നെ ഇതുകൂടി ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ സവോള ചേർത്താലും മതി. ഏത് വിധത്തിൽ വേണേലും ചെയ്യാം. ഇനി ഇതിനാവശ്യത്തുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ വഴഞ്ഞിട്ടുണ്ട്. ചെറുതായി കളർ മാറിയാൽ മതി. ഇനിയാണ് ഇതിലേക്ക് ചിക്കൻ ഇടാൻ പോകുന്നത്. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലാക്കി ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ചെറുതായി ഇറങ്ങി വരുന്നുണ്ട്. ചിക്കൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ക്യാരറ്റ് കട്ട് ചെയ്തതുകൂടെ ചേർക്കാം. ഇനി ഇത് ചേർത്തിരിക്കുന്ന ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഒക്കെ വഴണ്ടു വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് വഴറ്റിയപ്പോഴേക്കും ഉരുളൻകിഴങ്ങ് ക്യാരറ്റും ഒക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം 3-ാം പാൽ ഒഴിക്കാം. പിന്നെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 1.5 തേങ്ങ തിരുമ്മി പാലെടുത്തതാണ്. മെഷർമെന്റ് കപ്പിനാണ് 3 കപ്പ് തിരുമിയ തേങ്ങയിൽ നിന്നെടുത്ത പാലാ. ഇപ്പോൾ ഇതിൽ 3-ാം പാലും 2-ാം പാലും ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കടന്ന് ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞ് അവസാനം ചേർക്കാനായി 2 കപ്പ് 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കാം. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർക്കാം. എന്നിട്ടിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് 10-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ വെന്തിട്ടുണ്ട്. ഗ്രേവി ഇച്ചിരി തിക്കായിട്ട് വരാൻ 2-3 പീസ് ഉരുളക്കിഴങ്ങ് പൊടിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല. ഇതിനൊരു മഞ്ഞ നിറം കാണുന്നത് ക്യാരറ്റ് വെന്ത് വന്നപ്പം ക്യാരറ്റിൻ്റെ ഒരു കളറാണ്. ചിക്കനൊക്കെ വെന്ത് വന്നപ്പോഴേക്കും ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ടുണ്ട്. 2 കപ്പ് 1-ാം പാല് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്നു. അതുകൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാനായതുകൊണ്ട് കുറച്ച് നല്ല ഗ്രേവിയോട് കൂടിയുള്ള കറിയാണ്. ഇനി ഇത് അധിക നേരം തിളപ്പിക്കുകയൊന്നും വേണ്ട. നന്നായി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് തിളപ്പിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞൊക്കെ പോകും. അവസാനമായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. കുറച്ച് നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ആവാം. ഇതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർക്കാം. അവസാനം കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇടുമ്പോൾ കറിക്ക് നല്ല മണവും രുചിയൊക്കെ ആയിരിക്കും. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സൈഡിൽ കൂടെ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് കടുക് താളിച്ചിടാം. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞും കൂടെ ചേർക്കാം. ഉള്ളിയുടെ കളർ മാറി ഇതുപോലെ ഒന്നായി വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചിക്കൻ സ്റ്റൂവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചൊഴിച്ച ഉടൻ തന്നെ 1 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോൾ ആ ഫ്ലേവർ കറിയിലൊക്കെ നന്നായി പിടിക്കും. അങ്ങനെ നല്ല രുചികരമായ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.